വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്നാണ് ഇതിന് വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 7:1 നമുക്ക് ജഡത്തിലെയും ആത്മാവിലെയും സകല മാലിന്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയെ പൂർണ്ണമാക്കാം. പ്രാർത്ഥനയിലും ദൈവവചന വായനയിലും കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ദിവസങ്ങളാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും പുതുവർഷത്തിലേക്ക് ചുവട് വയ്ക്കാൻ അത് നമ്മെ സജ്ജമാക്കുന്നു. കർത്താവ് നമ്മെ വിളിക്കുന്നു എന്നത് ഒരു വിശുദ്ധ വിളിയാണ്. അവൻ നമ്മെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. ഇത് 1 തെസ്സലോനിക്കർ 4:7 കാണപ്പെടുന്നു. അതേസമയം നിങ്ങളെ വിളിച്ചവനെ നോക്കുക. പിതാവായ ദൈവം പരിശുദ്ധനാണ്, പുത്രനായ ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവായ ദൈവവും പരിശുദ്ധനാണ്. അവൻ തന്നിൽ തന്നെ വിശുദ്ധനാണ്, നിങ്ങളെ വിശുദ്ധരാക്കുന്ന ദൈവവുമാണ്. അവന്റെ പേര് യഹോവ മെക്കാദേശ് എന്നാണ്. അതിനർത്ഥം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന കർത്താവ് എന്നാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവമാണ്. അതിനാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം, കാരണം ഞാൻ വിശുദ്ധനാണ്. ഇത് ലേവ്യ പുസ്തകം 11:45 കാണപ്പെടുന്നു. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ എല്ലാ പെരുമാറ്റത്തിലും വിശുദ്ധരായിരിക്കുവീൻ എന്നെഴുതുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഇതിനെ പരാമർശിക്കുന്നു. ഇത് 1 പത്രോസ് 1:15 കാണപ്പെടുന്നു. ലേവ്യ പുസ്തകം 11:45 19:2 20:7 വിശുദ്ധിയുടെ ആവശ്യകതയെ കർത്താവ് ആവർത്തിച്ച് ഊന്നിപ്പറയുന്നത് നാം കാണുന്നു. പരിശുദ്ധനായ ദൈവം അവരിലൂടെ തന്നിലേക്ക് ഉയരുന്ന ഒരു വിശുദ്ധ ജനതയെയും വിശുദ്ധ ആരാധനയെയും ആഗ്രഹിക്കുന്നു. ഈ ഉദ്ദേശത്തിനായി അവൻ അവരെ സ്വന്തമാക്കാൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വേർപെടുത്തി. വിശുദ്ധിയുടെ ഒരു മാതൃകയാക്കാനും ദൈവത്തിന് ഒരു വിശുദ്ധ ജനമുണ്ടെന്ന് ലോകത്തെ കാണിക്കാനും പാപത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാനും നമ്മെ വിശുദ്ധീകരിക്കാനും അവൻ സ്വന്തം രക്തം ചൊരിഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം, കാരണം ഞാൻ കർത്താവാണ്. നിങ്ങൾ എന്റേതായിരിക്കേണ്ടതിന് നിങ്ങളെ ജനങ്ങളിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു. ഇത് ലേവ്യ പുസ്തകം 20:26 കാണപ്പെടുന്നു. യെശയ്യാവ് കർത്താവിനെ കണ്ടപ്പോൾ സറാഫുകൾ വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ ദർശനം കണ്ടപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി, 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് വെളിപ്പാട് പുസ്തകം 4:8 കാണപ്പെടുന്നു. മോശെ കർത്താവിന്റെ വിശുദ്ധി കണ്ടപ്പോൾ അവൻ അതിനെ മറ്റെല്ലാ ദൈവങ്ങളോടും താരതമ്യം ചെയ്തു. കർത്താവെ, ദേവന്മാരിൽ നിന്നെപ്പോലെ ആരുള്ളൂ? വിശുദ്ധിയിൽ മഹത്വമുള്ളവനും സ്തുതികളിൽ ഭയങ്കരനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ നിന്നെപ്പോലെ ആരുള്ളൂ? ഇത് പുറപ്പാട് 15:11 കാണപ്പെടുന്നു. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും കർത്താവിന്റെ അതുല്യമായ വിശുദ്ധിക്ക് അവനെ സ്തുതിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 24:3-4 കർത്താവിന്റെ പർവ്വതത്തിൽ ആർക്ക് കയറാൻ കഴിയും? അല്ലെങ്കിൽ അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർക്ക് നിൽക്കാൻ കഴിയും? വിശുദ്ധിയുള്ള കൈകളും നിർമ്മല ഹൃദയവുമുള്ളവനും തന്റെ ആത്മാവിനെ ഒരു വിഗ്രഹത്തിലേക്ക് ഉയർത്താത്തവനും വഞ്ചനയോടെ സത്യം ചെയ്യാത്തവനും തന്നെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെക്കരിയാവ് 9, 10, 11, 12 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 20 അധ്യായം. ആമേൻ.